അപ്പോൾ കസ്റ്റമർ രാവിലെ വിളിച്ച വർക്കാണ് ഞാൻ വൈകുന്നേരമാണ് പോയി ചെയ്തു കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ മെയിൻ്റനൻസ് ആണ്. കുറച്ച് ടാപ്പുകൾ കംപ്ലൈൻറ്റ്, ബൾബ് കത്തുന്നില്ല, അങ്ങനെ ചെറിയ ചെറിയ കംപ്ലൈൻ്റ് ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ ടാപ്പുകൾ കംപ്ലൈൻറ്റ് എന്ന് പറഞ്ഞപ്പോൾ തന്നെ നമ്മൾ ഏകദേശം 2 സ്പിൻഡിൽ കൊണ്ടിട്ട് പോയി. അപ്പോൾ സ്പിൻഡിൽ കംപ്ലൈൻ്റ് ആണ്. ഈ സ്പിൻഡിൽ എങ്ങനെ കംപ്ലൈൻ്റ് ആവുമെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ ഈ വള്ളത്തിൽ കരടും കാര്യങ്ങളൊക്കെ വരുമ്പോൾ സ്പിൻഡിലിന് തേയ്മാനം വരുമ്പോഴാണ് ഈ ഡിസ്ക് സ്പിൻഡിൽ പെട്ടെന്ന് ഡാമേജ് ആവും കേട്ടോ. അപ്പോൾ നമ്മൾ ഫസ്റ്റത്തെ ടാപ്പിത്തെ സ്പിൻഡിൽ മാറ്റി കൊടുത്തു. ഈ സ്പിൻഡിൽ തന്നെ 2 ടൈപ്പ് വരുന്നുണ്ട്, ഹെവി നോർമലും വരുന്നുണ്ട്. നമ്മൾ നോർമലാണ് വെച്ചിരിക്കുന്നത് കേട്ടോ. അതേപോലെ തന്നെ അടുത്തത് ബേസിലിനും ഇതേപോലെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു, അതും നമ്മൾ മാറ്റി കൊടുത്തു. ഇതൊക്കെ നമുക്ക് സിമ്പിളായിട്ട് മാറ്റാനുള്ള കേസുള്ളൂ. അല്ലെങ്കിൽ ടൈപ്പ് വരുന്നുണ്ട്, ഇത് സ്ക്രൂ ടൈപ്പാണ്. അതിൻ്റെ നോബ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് സ്ക്രൂ ടൈപ്പിൽ കിട്ടുന്നതാണ്. അത് മാറ്റി കഴിഞ്ഞപ്പോഴാണ് കസ്റ്റമർ പറഞ്ഞത് ഒരു ബൾബ് കത്തുന്നുണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ആ ബൾബ് നോക്കുന്ന സമയത്ത് ഹോൾഡറിൻ്റെ ആ പിന്ന് പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് അടുത്തൊരു പണി എന്ന് പറയുന്നത് വേറൊരു ഹോൾഡർ കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്നു. ഹോൾഡറല്ല, ബൾബും കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഹോൾഡറിൻ്റെ ഉള്ളിൽ ആ പിന്നിൻ്റെ ഭാഗം പൊട്ടിപ്പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ അതേപോലെ തന്നെ അവരൊരു കിച്ചൻ്റെ ഒരു പുറത്തൊരു കിച്ചൺ വരുന്നുണ്ട്, ഒരു ഷീറ്റ് ഇട്ടിട്ട് അതിൻ്റെ ഉള്ളിലൊരു ബൾബ് കത്തുണ്ടായിരുന്നില്ല. അതും നമ്മൾ പുറത്ത് പോയിട്ട് വാങ്ങിക്കൊടുത്തു. രണ്ടാമത് വാങ്ങിക്കൊടുന്ന സാധനങ്ങളാണ്. ഈ ഓൾഡറിനാണെങ്കിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ വയർ തികഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ വയർ ഇട്ടിട്ട് കറക്റ്റായിട്ട് കൊടുത്തിട്ടോ. അപ്പോൾ ഒരു പഴയൊരു വീടാണ്. പിന്നെ ഒരു ഫാന് അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു, വാൾ ഫാന്, പെർസിൽ ഫാന്, അത് നമ്മൾ റിപ്പയർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വാങ്ങിയത് സർവീസ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ 750 രൂപ കേട്ടോ.